ലോക എയ്ഡ്സ് ദിനമാണ് ഇന്ന് ആചരിക്കുന്നത്. അത്രമാത്രം ലൈംഗികവൽക്കരിക്കപ്പെട്ട, രതിവൈകൃതങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ട ഒരു സാമൂഹിക കാലാവസ്ഥയിൽ ഇത്തരം ഒരു ദിവസം ആചരിക്കേണ്ടി വരുന്നു എന്നത് തന്നെ മനുഷ്യ സമൂഹത്തെ കുറിച്ച് ആലോചിക്കുന്ന, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നന്മകൾ വറ്റിപ്പോകുന്ന ഒരു കാലത്ത് എല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാ വൃത്തിവിഹീനതകൾക്കും ലൈസൻസ് നൽകുന്ന ഒരു പ്രത്യേകമായ സാമൂഹിക അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ ഭഗവാൻ രജനീഷ് നമ്മുടെ എല്ലാവരുടെയും മാർഗദർശകനായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിന്തകളുടെ, പുതിയ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ രജനീഷ് ഒരിക്കൽ ഓഷോ രജനീഷ് സൂചിപ്പിച്ചു, എന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ഗർഭനിരോധന മുറകളാണ്. ഇതൊരു മഹത്തായ വിപ്ലവമാണ്. കാരണം ഇത് സ്ത്രീ പുരുഷന്മാരെ തുല്യരാക്കിയിരിക്കുന്നു, സ്വതന്ത്രരാക്കിയിരിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൾ സ്ഥിരമായി ഗർഭിണിയായിരിക്കുന്ന ഈ ഗർഭം കാരണം അവൾ സാമ്പത്തികമായി അസ്വാതന്ത്ര്യത്തിലായിരിക്കും. അവൾക്ക് പുരുഷന്റെ മേധാവിത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ ആവുന്നില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ധാര എന്ന് പറയുന്നത്. ഉന്മാദ ലൈംഗികതയും നവലൈംഗികതയും വിമത ലൈംഗികതയും പുതിയ പേരുകളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പേരുകൾക്ക് ലൈംഗിക തൊഴിലാളിയെ തൊഴിലാളിയായി അംഗീകരിക്കണം എന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കുറിച്ചുള്ള എല്ലാ ആലോചനകളും, മനുഷ്യനെ കുറിച്ചുള്ള എല്ലാ വീക്ഷണങ്ങളും രൂപപ്പെടുന്നത് ചില ദർശനങ്ങളിൽ നിന്നാവാം, ചിന്തകളിൽ നിന്നാവാം, മതങ്ങളിൽ നിന്നാകാം, പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നാകാം. ഈ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ചിന്തകളും ഒക്കെ തന്നെ ധാർമ്മികത പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ജീവിത സങ്കല്പത്തെക്കുറിച്ചാണ് സമൂഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത്. സമൂഹം എന്ന് പറയുന്ന സുസംഘടിതമായ ഒരു ഘടന നിലനിൽക്കണം. ആ ഘടന നിലനിൽക്കണമെങ്കിൽ ആ സുസംഘടിതമായ ഘടനക്കുള്ള സംവിധാനമായി എല്ലാ ദർശനങ്ങളും പരികൽപ്പന നൽകിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ളത് കുടുംബം എന്ന് പറയുന്ന സ്ഥാപനമാണ്. കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ധാർമ്മികത പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെ എങ്ങനെ തകർക്കണം എന്നതാണ് ആധുനിക മുതലാളിത്തം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഈ സ്വാതന്ത്ര്യവാദികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നലകളിൽ എന്തൊക്കെ കച്ചവടമാകാതിരുന്നോ അതൊക്കെ ഇന്ന് എങ്ങനെ കച്ചവടമാക്കാം എന്നതാണ് മുതലാളിത്തം ആഗ്രഹിക്കുന്നത്. ഇന്നലകളിൽ കുടിവെള്ളം കച്ചവടമല്ലായിരുന്നു, ഇന്ന് കുടിവെള്ളം കച്ചവടമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏറ്റവും നല്ല വിൽപ്പനക്ക് വെക്കാൻ പറ്റുന്ന ഒന്നാണ് കുടുംബം എന്നത്. കുട്ടികളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവരെ പരിചരിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നത് കുടുംബം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. വൃദ്ധരായ ജനങ്ങൾ, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് കുടുംബം ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ലൈംഗികത എന്ന ആസ്വാദനം വിഹിതമായ മാർഗത്തിലൂടെ ഭാര്യയും ഭർത്താവും നിർവഹിക്കുന്ന ഒരു ധർമ്മം പോലെ നിർവഹിക്കുന്ന കർമ്മം സമൂഹത്തിന്റെ നിലനിൽപ്പിനും വംശവർദ്ധനവിനും ആവശ്യമായ ഒരു സംവിധാനം. അതിൽ ഈ ആസ്വാദനം നിർവഹിച്ചിരുന്നത് കുടുംബത്തിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ നന്മകളും, കളിയും ചിരിയും തമാശകളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. മുതലാളിത്ത മനസ്ഥിതി വന്നപ്പോ ചിന്തിച്ചത്, ഇന്നലെ കച്ചവടമല്ലാത്തത് എങ്ങനെ കച്ചവടമാക്കാം. അപ്പോ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് മാതാപിതാക്കൾ. അപ്പൊ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ധാരാളക്കണക്കിന് വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത് മുതലാളിത്തത്തിന്റെ ഈ കണ്ണിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ഡേ കെയർ സെന്ററുകൾ ഉണ്ടാകുന്നത് ഈ മുതലാളിത്തത്തിന്റെ കണ്ണുകളിൽ നിന്നാണ്. അതുകൊണ്ട് വൃത്തിയുള്ള വേശ്യാഗ്രഹങ്ങളിലൂടെ നിങ്ങൾക്ക് പണം വാങ്ങി നിർവഹിക്കാൻ കഴിയുന്ന
വൃത്തികെട്ട വേശ്യാലയങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഈ മുതലാളിത്ത കണ്ണുകളിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ആസ്വാദനത്തിന്റെ എല്ലാ മേഖലകളെയും തുറന്നിട്ടുകൊണ്ട് ഒരു വലിയ വിപണന സാധ്യതയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് മുതലാളിത്തം കുടുംബം എന്ന് പറയുന്ന മഹൽ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അവിടെയാണ് കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനകൾ നമുക്കുണ്ടാകേണ്ടത്. കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നിലനിൽക്കുമ്പോഴാണ് അവിടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളില്ല. ഇണയും തുണയും എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥാപനം, കുട്ടികളും മക്കളും ഒക്കെ അടങ്ങുന്ന മനോഹരമായ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ സമൂഹം നിലനിൽക്കുന്നു എന്നതാണ്. ഇന്നിപ്പോൾ ലോകത്ത് കുട്ടികളെ സംബന്ധിച്ച് ലിവിങ് ടുഗദർ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളവരോടൊപ്പം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് പ്രണയത്തിന്റെ പുതിയ രൂപഭാവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ധാരാളമായി സംസാരിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബഘടനയെ, നമ്മുടെ സംവിധാനങ്ങളെ, സമൂഹം നിലനിർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന സമൂഹത്തിന്റെ സാമൂഹിക ഘടനയെ നിലനിർത്തുന്ന ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. ആ സംവിധാനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള നിലനിൽക്കുന്ന സ്വഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്കും വിമത ലൈംഗികതയിലേക്കും അതുപോലെ തന്നെ സ്വവർഗാനുരാഗത്തിലേക്കും ഒക്കെ പോകുന്ന സംവിധാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല പുതിയ എഴുത്തുകാരൻ KP രാമനുണ്ണി സ്വവർഗാനുകൂലികളെ അനുകൂലിക്കുന്ന, കേരളത്തിൽ പോലും അതിനുള്ള സംഘടനകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനനുകൂലിക്കുന്ന എഴുത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലൈംഗിക തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ധാരാളമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും ഭദ്രതയെയും നശിപ്പിക്കുകയും ശരീരത്തിലേക്ക് സ്ത്രീയെ ചുരുക്കിക്കെട്ടുകയും ചെയ്യുന്നതാണ് എന്ന് ഒരുപക്ഷെ സ്ത്രീവാദികൾ പോലും മനസ്സിലാക്കപ്പെടാത്തിടത്തോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പിന്നെ കുടുംബം നമുക്ക് നിലനിൽക്കണം. കുടുംബം നിലനിൽക്കുമ്പോൾ മക്കളും മാതാപിതാക്കളും എല്ലാവരും അടങ്ങുന്ന, അവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒന്നല്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, പുരുഷന് സ്വാതന്ത്ര്യം നൽകുന്ന, കളിയും ചിരിയും തമാശകളും സന്തോഷങ്ങളും ആസ്വാദനങ്ങളും അതുപോലെ തന്നെ സാന്ത്വനങ്ങളും ശിശുപരിപാലനവും അതുപോലെ മാതാപിതാക്കൾക്കുള്ള പരിചരണവും ഒക്കെ കുടുംബത്തിൽ ലഭിക്കുന്ന വീട് എന്ന് പറയുന്നത് കേവലമായ കമ്പിയും സിമന്റും അതുപോലെ തന്നെ മനോഹരമായ ഫർണിച്ചറുകളും മാത്രമല്ല എന്നും ഏറ്റവും നല്ല സന്തോഷങ്ങൾ കളിയാടുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം വിതക്കുന്ന മനോഹരമായ ഇടമാണ് എന്നും തനിക്ക് ജീവിതത്തിൽ എവിടെ ചെല്ലുമ്പോഴും ചെന്നു ചേരാൻ കഴിയുന്ന, എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും അമ്മയുടെ പൊക്കിൾ കൊടിയോടുള്ള ബന്ധം പോലെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒന്നായിത്തീരണം വീട് എന്നതാണ് നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോ എബോള പോലെ, എയ്ഡ്സ് പോലെ മാരകമായ രതിവൈകൃതങ്ങളുടെ വൃത്തിഹീനതകൾ കൊണ്ട് മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം രോഗങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. അവിടെ ധാർമ്മികത ഉണ്ടാകുന്നിടത്ത്, ധാർമ്മികത എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ ശ്ലീലം എന്ന് പറയാറുണ്ട്. ശ്ലീലം എന്ന് പറയുന്നതും അശ്ലീലം എന്ന് പറയുന്നതും, ശ്ലീലം എന്ന് പറഞ്ഞാൽ ശോഭയുള്ളത് എന്ന, ശോഭയുടെ നിറം കെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ അശ്ലീലം എന്ന് പറയുന്നത്. അങ്ങനെ ശോഭയുടെ നിറം കെടുത്തുന്ന അശ്ലീലമാണ് ഇന്ന് എല്ലാ സിനിമകളിലും നാടകങ്ങളിലും അതുപോലെ ആനുകാലികങ്ങളിലും സാഹിത്യങ്ങളിലുമൊക്കെ. അങ്ങനെ ഉള്ളെഴുത്തുകൾ എല്ലാം തുറന്നു പറച്ചിലുകൾ, അങ്ങനെ ഉള്ളെഴുത്തുകളുടെ കഥകളാണ് ഇന്ന് വൃത്തിയായി വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിന്മകളുടെയും ന്യൂ ജനറേഷൻ സിനിമകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ തിന്മകളും നമ്മുടെ സമൂഹത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു നന്മയെക്കുറിച്ച് ആലോചിക്കുന്ന, സദാചാരത്തെക്കുറിച്ച് ആലോചിക്കുന്ന, ഞാൻ കാണുന്ന എൻ്റെ അയൽക്കാരിയെ, ഞാൻ കാണുന്ന എൻ്റെ സുഹൃത്തിനെ, ഞാൻ കാണുന്ന എൻ്റെ വിദ്യാർത്ഥിനിയെ, ഞാൻ കാണുന്ന എൻ്റെ അധ്യാപികയെ, ഞാൻ കാണുന്ന എൻ്റെ സഹോദരിയെ, എല്ലാവരെയും പെണ്ണായി സഹോദരിയായി കാണാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒരു ആലോചനകളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ എയ്ഡ്സ് ബോധവൽക്കരണ ദിനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർക്ക് ഗവൺമെന്റിന് പറയാനുള്ളത്, നിങ്ങൾ ഉറകൾ ധരിക്കൂ, അതുപോലെ തന്നെ പരിചിതരുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂ എന്നാണ്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒന്നിച്ചു പറയാനുള്ളത്, നമുക്ക് വിഹിതമായ മാർഗങ്ങൾ ഉണ്ടാവുക. നമുക്ക് സ്വാതന്ത്ര്യമുള്ള മേഖലകളിൽ എല്ലാത്തിനും വിഹിതമായ മാർഗത്തിലൂടെ വൃത്തിയുള്ള ഒരു കുടുംബ സംവിധാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ, കുടുംബ സംവിധാനം തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയും
ആ കുടുംബത്തെ ഭദ്രമാക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് ഈ കാലത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.